പക്ഷെ നമ്മുടെ ഈ കേരളം ഇതുപോലെ നശിച്ചു പോകുന്നത് കണ്ടുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് വരാൻ നിർബന്ധിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അന്ന് എൻ്റെ ഉദ്ദേശം ചുരുങ്ങിയത് ഒരു നാടെങ്കിലും ഒരു ഗ്രാമമെങ്കിലും ഒരു മാതൃകാ ഗ്രാമമാക്കി മാറ്റി ഈ നാടിനെ നശിപ്പിച്ചവരോട് വിളിച്ചു പറയണം ഇതും ഈ കേരളത്തിൽ സാധ്യമാണ് എന്നുള്ള ആ ഒരു നിലപാടിലാണ് ഞാനത് തുടങ്ങി വെച്ചത്. അങ്ങനെ ഞങ്ങൾ കിഴക്കമ്പലം പഞ്ചായത്ത്, സമീപ പഞ്ചായത്തുകൾ, 4 പഞ്ചായത്തുകളിൽ ഒരു മോഡൽ വികസനം ഞങ്ങൾ നടപ്പിലാക്കി. അങ്ങനെ വന്നപ്പോഴാണ് അത് എന്തുകൊണ്ട് ഈ കേരളത്തിൽ എമ്പാടും 942 പഞ്ചായത്തുകളിലും നടപ്പിലാക്കിക്കൂടാ എന്നുള്ള ഒരാശയം എൻ്റെ മനസ്സിലുദ്ദേശിച്ചു. അതിനുവേണ്ടി ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ അപകടം തിരിച്ചറിഞ്ഞ ഇവിടുത്തെ LDF-ഉം UDF-ഉം ഒന്നിച്ചു ചേർന്ന് എന്നെ ഈ ഭൂമുഖത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ എൻ്റെ ലക്ഷ്യം പൂർത്തിയാകണമെങ്കിൽ ഇന്ന് ഇന്ത്യ വികസിച്ച പോലെ, ഇന്ന് നമുക്കറിയാം ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങൾ 8 വരിയും 10 വരിയും 12 വരി പാതയെല്ലാം നടപ്പിലാക്കുമ്പോൾ കേരളം പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണത്. അപ്പം മറ്റ് സംസ്ഥാനങ്ങളുടെ ഒപ്പം തന്നെ കേരളവും തലയുയർത്തി നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ഇന്ത്യയെ ഈ നിലയിലേക്ക് എത്തിച്ച മോഡി സർക്കാരിനോടൊപ്പം NDAയോടൊപ്പം നിന്നാൽ മാത്രമാണ് അത് സാധ്യമാകൂ എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞാൻ NDA ചേരാൻ തീരുമാനിച്ചതും ഇന്ന് അതിൻ്റെ ഭാഗമായിട്ടിരിക്കുന്നത്.